സുഹൃത്തുക്കളെ, മാജിക് 5 ഡെയിലി PSC ക്ലാസ്സിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച തൂലികാനാമങ്ങളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ, കാക്കനാടൻ ജോർജ് വർഗീസ്, സിനിക്ക് എം വാസുദേവൻ നായർ, അഭയദേവ്, അയ്യപ്പൻ പിള്ള, അരുണൻ, SK പൊറ്റക്കാട്, ആചാര്യൻ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, ആർ സുരേന്ദ്രൻ, ഇടമറുക്, TC ജോസഫ്, EM കോവൂർ, K മാത്യു ഐപ്പ്, MP അയ്യപ്പൻ, മേടയിൽ പൊന്നപ്പൻ, MN പാലൂർ, മാധവൻ നമ്പൂതിരി, കൽക്കി, R കൃഷ്ണമൂർത്തി, സുരാസു, ബാലഗോപാലൻ, കുഞ്ഞുണ്ണി, അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ, ചന്ദ്രമതി, ഡോക്ടർ B ചന്ദ്രിക, മുല്ലനേഴി, നീലകണ്ഠൻ നമ്പൂതിരി അല്ലെങ്കിൽ MN നീലകണ്ഠൻ, വിലാസിനി, MK മേനോൻ, പവനൻ, PV നാരായണൻ നായർ, ഒറവങ്കര, നീലകണ്ഠൻ നമ്പൂതിരി, കുറ്റിപ്പുറം, കേശവൻ നായർ, VC, ബാലകൃഷ്ണ പണിക്കർ, നാലപ്പാട്ട്, നാരായണ മേനോൻ, P കുഞ്ഞിരാമൻ നായർ, അക്കിത്തം, അച്യുതൻ നമ്പൂതിരി, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കോവിലൻ, VV അയ്യപ്പൻ, ഉറൂബ്, PC കുട്ടികൃഷ്ണൻ, നന്ദനാർ, PC ഗോപാലൻ, മാധവിക്കുട്ടി, കമല സുരയ്യ അല്ലെങ്കിൽ കമലാദാസ്, AT കോവൂർ, എബ്രഹാം തോമസ്, ഇടശ്ശേരി, ഗോവിന്ദൻ നായർ, ചെറുകാട്, ഗോവിന്ദ പിഷാരടി, തകഴി, S ശിവശങ്കരപിള്ള, സഞ്ജയൻ, M രാവുണ്ണി നായർ, കോഴിക്കോടൻ, M അപ്പുകൂട്ടൻ നായർ, സുമംഗല, ലീല നമ്പൂതിരിപ്പാട്, പമ്മൻ, R പരമേശ്വരൻ നായർ, പാറപ്പുറത്ത്, KE മത്തായി, തിക്കൊടിയൻ, കുഞ്ഞനന്ദൻ നായർ, കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, പ്രേംജി, MP ഭട്ടതിരിപ്പാട്, ഇടപ്പള്ളി, രാഘവൻ പിള്ള, വയലാർ, രാമവർമ്മ, NN കക്കാട്, നാരായണൻ നമ്പൂതിരി, കടമ്പനിട്ട, രാമകൃഷ്ണൻ. അപ്പോൾ നമുക്ക് ഇനി ഒരു 5 കൂടി പഠിക്കാം. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ, ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ. അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പത്രോസ്, ഏകലവ്യൻ, KM മാത്യൂസ്, ആനന്ദ്, സച്ചിദാനന്ദൻ. റിപ്പീറ്റ് ചെയ്യാം. തുളസീവനം R രാമചന്ദ്രൻ, ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ, അയ്യനേത്ത് പത്രോസ്, ഏകലവ്യൻ, KM മാത്യൂസ്, ആനന്ദ്, സച്ചിദാനന്ദൻ. റിപ്പീറ്റ് ചെയ്യുന്നു. തുളസീവനം R രാമചന്ദ്രൻ, ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ, അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പത്രോസ്, ഏകലവ്യൻ, KM മാത്യൂസ്, ആനന്ദ്, സച്ചിദാനന്ദൻ. റിപ്പീറ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ പറയുക. തുളസീവനം R രാമചന്ദ്രൻ, ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ, അയ്യനേത്ത് പത്രോസ്, ഏകലവ്യൻ, KM മാത്യൂസ്, ആനന്ദ്, സച്ചിദാനന്ദൻ. നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ, ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ, അയ്യനേത്ത് പത്രോസ്, ഏകലവ്യൻ, KM മാത്യൂസ്, ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സച്ചിദാനന്ദൻ. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്നത് ജീവശാസ്ത്ര പഠനങ്ങളാണ്. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി, ജന്തുക്കൾ, സുവോളജി, സൂക്ഷ്മജീവികൾ, മൈക്രോബയോളജി, ഫംഗസുകൾ, മൈക്കോളജി, വൈറസുകൾ, വൈറോളജി, ബാക്ടീരിയ, ബാക്ടീരിയോളജി, ആൽഗകൾ, ഫൈക്കോളജി, പന്നലുകൾ, ടെറിഡോളജി, പായൽ, ബ്രയോളജി, ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം, ഹെർപ്പറ്റോളജി, പാമ്പുകളെക്കുറിച്ചുള്ള പഠനം, ഓഫിയോളജി അല്ലെങ്കിൽ സെർപ്പൻറ്റോളജി, മത്സ്യങ്ങൾ, ഇക്തിയോളജി, പക്ഷികളെക്കുറിച്ചുള്ള പഠനം, ഓർണിത്തോളജി, പക്ഷിക്കൂടുകൾ, കാലിയോളജി അല്ലെങ്കിൽ നിഡോളജി, ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം, എൻഡമോളജി, തിമിംഗലങ്ങൾ, സീറ്റോളജി, സസ്തനുകളെക്കുറിച്ചുള്ള പഠനം, മാമോളജി, മുട്ടകളെക്കുറിച്ചുള്ള പഠനം, ഊളജി അല്ലെങ്കിൽ ഓവലോളജി, നായ്ക്കളെക്കുറിച്ചുള്ള പഠനം, സൈനോളജി, കുതിരകളെക്കുറിച്ചുള്ള പഠനം, ഹിപ്പോളജി, ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം, മിർമക്കോളജി, ചിലന്തികൾ,
അരാക്നോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം. സൗറോളജി ശുദ്ധജലം. ലിംനോളജി ജീവികളും അവയുടെ ചുറ്റുപാടുകളും സംബന്ധിച്ച പഠനം. ഇക്കോളജി ജന്തുക്കളുടെ പെരുമാറ്റം സംബന്ധിച്ച പഠനം. എത്തോളജി വംശപാരമ്പര്യവും വ്യതിയാനവും സംബന്ധിച്ച പഠനം. ജനറ്റിക്സ് ശരീരഘടന, രൂപം എന്നിവ സംബന്ധിച്ച പഠനം. മോർഫോളജി നരവംശശാസ്ത്രം. ആന്ത്രപ്പോളജി ജലസംബന്ധ രോഗം. ഹൈഡ്രോപ്പതി ജീവികളുടെ പുറന്തോട് സംബന്ധിച്ച പഠനം. കോങ്കോളജി ഭൂമിയുടെ പുറത്തെ ജീവനെക്കുറിച്ചുള്ള പഠനം. എക്സോബയോളജി സസ്യവർഗ ഘടനയെക്കുറിച്ചുള്ള പഠനം. സൈനക്കോളജി മണ്ണ്, കൃഷിരീതി എന്നിവയെക്കുറിച്ചുള്ള പഠനം. അഗ്രോളജി പുല്ലുകളെക്കുറിച്ചുള്ള പഠനം. അഗ്രസ്റ്റോളജി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. ഡെൻഡ്രോളജി വിത്തുകൾ. സ്പേമോളജി മണ്ണ്. പെഡോളജി പൂക്കളെക്കുറിച്ചുള്ള പഠനം. ആന്തോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം. പോമോളജി ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം. അഗ്രോണമി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം. കാർഡിയോളജി കരൾ. ഹെപ്പറ്റോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം. ഫ്രിനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം. ക്രേനിയോളജി അപ്പോൾ നമുക്ക് പുതിയ ഒരു 5 കൂടി നോക്കാം. വൃക്കയെക്കുറിച്ചുള്ള പഠനം. നെഫ്രോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനം. ഒഫ്താൽമോളജി ചെവി. ഓട്ടോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം. റൈനോളജി ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി വീട് റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി, കണ്ണ്. ഒഫ്താൽമോളജി ചെവി. ഓട്ടോളജി മൂക്ക്. റൈനോളജി ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി റിപ്പീറ്റ് ചെയ്യുന്നു, വൃക്ക. നെഫ്രോളജി കണ്ണ്. ഒഫ്താൽമോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം. ഓട്ടോളജി മൂക്ക്. റൈനോളജി ത്വക്ക് രോഗങ്ങൾ. ഡെർമറ്റോളജി വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, വൃക്ക. നെഫ്രോളജി കണ്ണ്. ഒഫ്താൽമോളജി ചെവി. ഓട്ടോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം. റൈനോളജി ത്വക്ക് രോഗങ്ങൾ. ഡെർമറ്റോളജി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ നോക്കാം. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി കണ്ണ്. ഒഫ്താൽമോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം. ഓട്ടോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം. റൈനോളജി ത്വക്ക് രോഗങ്ങൾ സംബന്ധിച്ച പഠനം. ഡെർമറ്റോളജി. അടുത്തായി നമ്മൾ പഠിച്ചിരുന്നത് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ്, അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ. ന്യൂട്രോൺ ബോംബ് സാമുവൽ കോഹൻ. മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചത് ഡയമലർ. സൈക്കിൾ മാക്മില്ലൻ. സൈക്കിൾ ടയർ കണ്ടുപിടിച്ചത് ജോൺ ഡൺലപ്പ്. ക്യാമറ വാൾക്കർ ഈസ്റ്റ്മാൻ. ബോൾ പോയിൻ്റ് പെൻ ജോൺ ലൗഡ്. ഫൗണ്ടൻ പെൻ കണ്ടുപിടിച്ചത് വാട്ടർമാൻ. പെട്രോൾ കാർ കാൾ ബെൻസ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഹൗൺസ്ഫീൽഡ്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ. ജെറ്റ് എഞ്ചിൻ ഫ്രാങ്ക് വിറ്റിൽ. ലിഫ്റ്റ് എലിഷ ഓട്ടിസ്. ലോഗരിതം കണ്ടുപിടിച്ചത് ജോൺ നേപ്പിയർ. മെഷീൻ ഗൺ റിച്ചാർഡ് ഗാഡ്ലിംഗ്. പിസ്റ്റൾ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട്. സിനിമ പ്രൊജക്ടർ തോമസ് ആൽവ എഡിസൺ. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കണ്ടുപിടിച്ചത് ചെസ്റ്റർ കാൾസ്റ്റൺ. അച്ചടി കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ്. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്യാർഡ് ലിബി. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത് വാൾട്ടർ ഹണ്ട്. സേഫ്റ്റി ലാമ്പ് ഹംഫ്രി ഡേവി. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. റെയിൽവേ എഞ്ചിൻ ജോർജ് സ്റ്റീഫൻസൺ. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത് ഹാരി ബ്രയർലി. എക്സ്റേ റോൺജൺ. ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ വോൾട്ട. എയർ കണ്ടീഷൻ കാരിയർ. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാരിസൺ. ആൽഫ ബീറ്റ കണങ്ങൾ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഗാമ കണങ്ങൾ കണ്ടുപിടിച്ചത് പോൾ യു വില്യാർഡ്. ടെലിസ്കോപ്പ് ഹാൻസ് ലിപ്പർഷെ. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് സക്രിയാസ് ജാൻസൺ. കലൈഡോസ്കോപ്പ് ഡേവിഡ് ബ്ലൂസ്റ്റൺ. റിഫ്ലക്സീവ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ. ഡൈനമിറ്റ് ആൽഫ്രഡ് നോബൽ. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. ലേസർ കണ്ടുപിടിച്ചത് തിയോഡോർ മെയ്മാൻ. കണ്ണട സാൽവിനോ ഡി അൽമേര. ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലിഗ്രാഫ് കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ്. ഗ്രാമഫോൺ തോമസ് ആൽവ എഡിസൺ. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ എൽ ബേഡ്. മൈക്രോഫോൺ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഫാക്സ് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ബ്രെയിൻ. അപ്പോൾ നമുക്ക് പുതിയ ഒരു 5 കൂടി പഠിക്കാം. വയർലെസ് റേഡിയോ അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. അമോണിയ ഫ്രിറ്റ്സ് ഹേബർ.
DDT കണ്ടുപിടിച്ചത് പോൾ മുള്ളർ. സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ. റിപ്പീറ്റ് ചെയ്യുന്നു. വയർലെസ് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. അമോണിയ ഫ്രിറ്റ്സ് ഹേബർ. DDT കണ്ടുപിടിച്ചത് പോൾ മുള്ളർ. സിമൻറ്റ് ജോസഫ് ആസ്പിഡിൻ. റിപ്പീറ്റ് ചെയ്യുന്നു. കൂടുതൽ പറയുക. വയർലെസ് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. തീപ്പെട്ടി ജോൺ വാക്കർ. അമോണിയ കണ്ടുപിടിച്ചത് ഫ്രിറ്റ്സ് ഹേബർ. DDT പോൾ മുള്ളർ. സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ. റിപ്പീറ്റ് ചെയ്യുന്നു. വയർലെസ് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. അമോണിയ ഫ്രിറ്റ്സ് ഹേബർ. DDT കണ്ടുപിടിച്ചത് പോൾ മുള്ളർ. സിമൻറ്റ് ജോസഫ് ആസ്പിഡിൻ. നമുക്കൊന്ന് കാണാതെ നോക്കാം. വയർലെസ് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. അമോണിയ ഫ്രിറ്റ്സ് ഹേബർ. DDT കണ്ടുപിടിച്ചത് പോൾ മുള്ളർ. സിമൻറ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിൻ. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്നത് ശാസ്ത്രീയ നാമങ്ങളാണ്. അത് നമുക്കൊന്ന് വേഗത്തിൽ റിപ്പീറ്റ് ചെയ്യാം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ. മാവ് മാഞ്ചിഫറ ഇൻഡിക്ക. കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല. നെല്ല് ഒറൈസ സറ്റൈവ. മരച്ചീനി മാനിഹോട്ട് യൂട്ടിലിസിമ. കമുകിൻ്റെ ശാസ്ത്രീയ നാമം അരേക്ക കാറ്റച്ചു. റബ്ബർ ഹെവിയ ബ്രസീലിയൻസിസ്. നെല്ലി എംബ്ലിക്ക ഒഫിഷിനേൽ. ഇഞ്ചി ജിഞ്ചിബർ ഒഫിഷിനേൽ. സർപ്പഗന്ധി സെർപ്പൻറ്റേന കോർഡിഫോളിയ. കീഴാർ നെല്ലി ഫിലാന്തസ് നെരൂരി. ഏലം ഏലറ്റേറിയ കാർഡമോമം. ചുവന്നുള്ളി അലിയം സെപ്പ. കസ്തൂരി മഞ്ഞൾ കുർക്കുമ ആരോമാറ്റിക്ക. കറ്റാർവാഴ അലോവേര. അത്തി ഫൈക്കസ് ഗ്ലോമറേറ്റ. ഇത്തി ഫൈക്കസ് ഗിബ്ബോസ. ആവണക്ക് റിസിനസ് കമ്മ്യൂണിസ്. മുന്തിരി വിറ്റീസ് വിനിഫറ. ഗോതമ്പ് ട്രൈറ്റിക്കം എസ്റ്റൈവം. പരുത്തി ഗോസിപ്പിയം ഹിർത്തൂസം. ചേമ്പ് കൊളക്കേഷ്യ എസ്കുലൻഡ. കാച്ചിൽ ഡയാസ്കോറിയ അലാറ്റ. ചക്ക അഥവാ പ്ലാവ് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. ചേന അമോർഫോഫാലസ് കമ്പാനുലേറ്റസ്. വഴുതന സൊള്ളാനം മെലോൺജിന. ഉരുളക്കിഴങ്ങ് സൊള്ളാനം ട്യൂബറസം. തക്കാളി സൊള്ളാനം ലൈക്കോപെർസിക്കം. പയർ വിഗ്ന അൻഗ്യുക്കുലേറ്റ. ക്യാബേജ് ബ്രാസിക്ക ഒളിറേസിയ. ആടലോടകം ആടത്തോട വസീക്കനീസ്. അശോകം സറാക്ക ഇൻഡിക്ക. വേപ്പ് അസഡറാക്ട ഇൻഡിക്ക. പേരാൽ ഫൈക്കസ് ബംഗാളൻസിസ്. അരയാൽ ഫൈക്കസ് റിലീജിയോസ. ചെമ്പരത്തി ഹിബിസ്കസ് റോസസിനൻസിസ്. മുത്തങ്ങ സൈപ്രസ് റോട്ടൻഡസ്. താമര നിലമ്പം സ്പീഷിയോസം. മരവാഴ വണ്ട സ്പാത്തുലേറ്റ. നീലക്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് കുന്തിയാന. തേയില കമലിയ സിനൻസിസ്. തുമ്പ ലൂക്കാസ് ആസ്പെറ. തൊട്ടാവാടി മൈമോസ പൂഡിക്ക. തുളസി ഓസിമം സാങ്ക്ടം. 4 മണിപ്പൂവ് മിറാബിലസ് ജലപ്പ. അപ്പോൾ നമുക്ക് പുതിയൊരു 5 കൂടി പഠിക്കാം. കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം. കശുമാവ് അനാർക്കാഡിയം ഓസിഡൻറ്റിൽ. കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം സക്കാരം ഒഫിസിനാരം. ആപ്പിളിൻ്റെ ശാസ്ത്രീയ നാമം മാലസ് ഡൊമസ്റ്റിക്ക. നാരങ്ങ സിട്രസ് ലിമൺ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. കുരുമുളക് പെപ്പർ നൈഗ്രം. കശുമാവ് അനാർക്കാഡിയം ഓസിഡൻറ്റിൽ. കരിമ്പ് സക്കാരം ഒഫിസിനാരം. ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക. നാരങ്ങ സിട്രസ് ലിമൺ. റിപ്പീറ്റ് ചെയ്യുന്നു. കുരുമുളക് പെപ്പർ നൈഗ്രം. കശുമാവ് അനാർക്കാഡിയം ഓസിഡൻറ്റിൽ. കരിമ്പ് സക്കാരം ഒഫിസിനാരം. ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക. നാരങ്ങ സിട്രസ് ലിമൺ. റിപ്പീറ്റ് ചെയ്യുന്നു. കുരുമുളക് പെപ്പർ നൈഗ്രം. കശുമാവിൻ്റെ ശാസ്ത്രീയ നാമം അനാർക്കാഡിയം ഓസിഡൻറ്റിൽ. കരിമ്പ് സക്കാരം ഒഫിസിനാരം. ആപ്പിളിൻ്റെ ശാസ്ത്രീയ നാമം മാലസ് ഡൊമസ്റ്റിക്ക. നാരങ്ങ സിട്രസ് ലിമൺ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം. കശുമാവ് അനാർക്കാഡിയം ഓസിഡൻറ്റിൽ. കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം സക്കാരം ഒഫിസിനാരം. ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക. നാരങ്ങയുടെ ശാസ്ത്രീയ നാമം സിട്രസ് ലിമൺ.
അടുത്തത് നമ്മൾ നോക്കിയിരുന്നത് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളാണ്. അത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ. അർമേനിയ യെരേവൻ. അൽബേനിയയുടെ തലസ്ഥാനം ടിരാന. ഓസ്ട്രേലിയ കാൻബറ. അസർബൈജാൻ ബാക്കു. അങ്കോള ലുവാണ്ട. അമേരിക്ക വാഷിങ്ടൺ DC. അണ്ടോറ ലാവെല. അയർലൻഡ് ഡബ്ലിൻ. അർജൻറ്റീന ബ്യൂണസ് അയേഴ്സ്. അൽജിയേഴ്സ് ബ്രസീലിയ. ബ്രൂണൈ ബന്ദർസരി ബെഗവൻ. ബോട്സ്വാന ഗാബ്രോൺ ബെൽജിയം. ബ്രസൽസ് ബൊളീവിയ. ലാപാസ് ബെലാറസ്. മിൻസ്ക് ബംഗ്ലാദേശ്. ധാക്ക ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. സരയവോ ബൾഗേറിയ. സോഫിയ ബുർക്കിന ഫാസോ. ഔഗഡുഗു ബഹ്റൈൻ. മനാമ ഭൂട്ടാൻ. തിമ്പു ബുറുണ്ടിയുടെ തലസ്ഥാനം. ബുജുംബുറ ചൈന. ബെയ്ജിംഗ് ചിലി. സാന്റിയാഗോ ചെക്ക് റിപ്പബ്ലിക്. പ്രാഗ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കിൻസാസ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം. കോപ്പൻഹേഗൻ ഈജിപ്ത്. കെയ്റോ ഇറ്റലിയുടെ തലസ്ഥാനം. റോം ഇംഗ്ലണ്ട്. ലണ്ടൻ ഇക്വഡോർ. ക്വിറ്റോ ഇസ്രായേലിൻ്റെ തലസ്ഥാനം. ജെറുസലേം ഇറാഖ്. ബാഗ്ദാദ് ഇന്തോനേഷ്യ. ജക്കാർത്ത ഇറാൻ്റെ തലസ്ഥാനം. ടെഹ്റാൻ ഐവറി കോസ്റ്റ്. യാമൂസുക്രോ എത്യോപ്യയുടെ തലസ്ഥാനം. ആഡിസ് അബാബ എറിത്രിയ. അസ്മാറ എസ്റ്റോണിയയുടെ തലസ്ഥാനം. ടാലിൻ ഫിൻലാൻഡ്. ഹെൽസിങ്കി ഫ്രാൻസിൻ്റെ തലസ്ഥാനം. പാരീസ് ഫിജി. സുവ ജപ്പാൻ്റെ തലസ്ഥാനം. ടോക്കിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു 5 കൂടി പഠിക്കാം. ജോർദാൻ്റെ തലസ്ഥാനം അമാൻ. ജമൈക്ക കിങ്സ്റ്റൺ. ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ. ജോർജിയ ടിബിലിസി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. റിപ്പീറ്റ് ചെയ്യുന്നു. ജോർദാൻ അമാൻ. ജമൈക്ക കിങ്സ്റ്റൺ. ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ. ജോർജിയ ടിബിലിസി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. റിപ്പീറ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ പറയുക. ജോർദാൻ അമാൻ. ജമൈക്ക കിങ്സ്റ്റൺ. ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ. ജോർജിയ ടിബിലിസി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. റിപ്പീറ്റ് ചെയ്യുന്നു. ജോർദാൻ അമാൻ. ജമൈക്ക കിങ്സ്റ്റൺ. ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ. ജോർജിയ ടിബിലിസി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. ജോർദാൻ്റെ തലസ്ഥാനം അമാൻ. ജമൈക്ക കിങ്സ്റ്റൺ. ജർമ്മനിയുടെ തലസ്ഥാനം ബെർലിൻ. ജോർജിയ ടിബിലിസി. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നാളെ മറ്റ് ഒരു 5 വീതം പഠിക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.